ആരാധകർ വളരെ നിരാശയായിട്ടുള്ള ഒരു രൂപത്തിൽ കൂടിയാണ് നടക്കുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കളിച്ച 4 കളിയിലും തകർന്ന്, അതുപോലെ തന്നെ ഒരു ഗോൾ മാത്രം കളിച്ച 4 കളിയിലും സ്കോർ ചെയ്യാൻ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചുള്ളൂ. അപ്പം അവസ്ഥ വളരെ മോശമാണ്. ഇത് ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണം ഒരേ ഒരു കാരണമാണ് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ. മാനേജ്മെന്റ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയാൽ ഈ പ്രശ്നം വരത്തില്ല. പക്ഷെ അവർക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയിലേക്ക് കാരണം അത് മാനേജ്മെന്റ് ആണ്. പ്ലേയേഴ്സിനെ എത്തിക്കണമായിരുന്നു എന്നുള്ളതാണ്. കാരണം ടീമിന് ഒരു ബാക്ക് സ്ട്രെങ്ത് ഇല്ല. ടീമിന് ബെഞ്ചിൽ മികച്ച ഒരു താരങ്ങളെ ഇറക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മികച്ച ഒരു കോച്ചിനെ എത്തിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിലിരുന്ന ഒരു കോർ ടീമിനെ മുഴുവനായി വിളിച്ചിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെയും ഫ്ലോപ്പ് ആവുന്നു. മിക്ക ആരാധകരുടെ ഒരു ഇതാണ് ഇവാനെ തിരിച്ചു കൊണ്ടുവരണം. ഇവാൻ വുക്കോമനോവിച്ചിനെ അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയും തിരിച്ചു കൊണ്ടുവന്ന പഴയ അവർ രണ്ടുപേരുമുള്ള ആ ഒരു കോർ രീതി. ഇവാന്റെ തന്ത്രത്തിൽ അഡ്രിയാൻ ലൂണയുടെ പ്രകടനം പിന്നെ ബ്ലാസ്റ്റേഴ്സ് വേറെ ലെവലായിട്ടാണ് കളിക്കുന്നത്. നമ്മൾ പല തവണയായിട്ട് കണ്ടതാണ്. ആദ്യത്തെ സീസൺ ഇവാൻ വുക്കോമനോവിച്ചിന്റെ ആദ്യത്തെ സീസൺ, അതുപോലെ തന്നെ 2ാം സീസൺ, 3ാം സീസൺ ഇവാൻ വുക്കോമനോവിച്ച് ഉള്ള സമയത്ത് ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സമയങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വരെ എത്തി, 2ാം സീസണിൽ പ്ലേ ഓഫിൽ കയറി, 3ാം സീസണിൽ പ്ലേ ഓഫിൽ കയറി. അങ്ങനെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇവാൻ വുക്കോമനോവിച്ചിന്റെ കീഴിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇവാൻ ഫ്രീ ഏജന്റ് ആണ്. എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഒന്ന് വിചാരിച്ച ഇവാനെ വരാവുന്നതേ ഉള്ളൂ ഡേവിഡ് കാറ്ററുടെ കോൺട്രാക്ട് അവസാനിക്കുമ്പോൾ. കാരണം ഒരു പരിഹാരം ഇവാൻ വുക്കോമനോവിച്ച് ആണ് തന്നെ ആരാധകരും പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവാൻ വുക്കോമനോവിച്ച് മാത്രമല്ല, ഇവാന്റെ കൂടെ തന്റെ പോരാട്ടം കാഴ്ചവെക്കുന്ന അഡ്രിയാൻ ലൂണ, നമ്മുടെ എഞ്ചിൻ തിരിച്ചു വന്നാൽ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഹൈ ലെവൽ പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവാൻ വുക്കോമനോവിച്ച് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് അതിരുന്ന് തന്നെ കാണാം.